സ്ഥിരമിറങ്ങുന്ന ബസ് സ്റ്റോപ്പിൽ അന്നവൾ വന്നിറങ്ങുമ്പോൾ കൂട്ടിന് ആരുമുണ്ടായിരുന്നില്ല. രേഷ്മ PG വിദ്യാർത്ഥിനിയാണ്. ഫൈനൽ ഇയറിൻ്റെ പ്രൊജക്റ്റ് വർക്കുകൾ ഒന്നിച്ചു തീർക്കാൻ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും മടങ്ങി വരുന്ന വഴിയാണ്. ബസ് ഇറങ്ങിയാലുടൻ തൻ്റെ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയാണ് സാധാരണ പതിവ്. അന്ന് പക്ഷേ അവൾ ചെന്ന് നോക്കുമ്പോൾ തൻ്റെ സ്കൂട്ടർ പഞ്ചറായിരുന്നു. 3 കിലോമീറ്ററിന് മുകളിൽ നടക്കണം വീട്ടിലേക്ക്. പരിചിതമായ വഴിയാണ്. അന്ന് ശേഖരിച്ച വിവരങ്ങൾ മൊബൈലിൽ പരതി വായിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. റാങ്കിൽ കുറഞ്ഞൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണക്കാരനായ അച്ഛൻ പക്ഷേ മകളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. സ്വരുക്കൂട്ടി വെച്ച സമ്പാദ്യമെല്ലാം അയാൾ അവൾക്കായി മാറ്റിവെച്ചു. നിങ്ങൾക്കിതെന്താ? ഉള്ളതെല്ലാം കൂട്ടിവെച്ചിട്ട് അവളെ കെട്ടിച്ചു വിടേണ്ടതിന് പകരം ഇപ്പോൾ അതെല്ലാം വെച്ച് അവളെ നാട് കടത്താൻ പോവാണോ? നാട്ടുകാർ എന്തു പറയും? 26 വയസ്സാകുന്നു. അമ്മ പരാതി പറയുന്നുണ്ടായിരുന്നു അന്നു രാവിലെയും. നീ ഇതെന്തറിഞ്ഞിട്ടാ? എനിക്കോ നിനക്കോ കിട്ടാത്തതൊക്കെ അവൾ നേടും. അവൾക്കതിന് കഴിവുണ്ട്, ആഗ്രഹവും. അവൾ പോയി ലോകം കണ്ടിട്ടടി. അവൾക്ക് നേരെ കണ്ണു ചിമ്മി ഊരിച്ചിരിച്ചുകൊണ്ട് അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത മറുപടിയാണ്. വീടെത്താൻ കുറച്ചുകൂടെ ദൂരമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. തൊട്ടുപിന്നിൽ അനക്കം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. രാജേഷേട്ടനാണ്. കവലയിൽ കട നടത്തുന്ന ആളാണ്. അയാളുടെ മകളെ ട്യൂഷൻ പഠിപ്പിക്കുന്നതാണ് താൻ. പിന്നിൽ 2 കൈയും കെട്ടി മോണ കാട്ടി വലിച്ചു ചിരിച്ച് അയാൾ അവളെ നോക്കി നിന്നു. എന്താ രാജേഷേട്ടാ? ചോദ്യം തീരുന്നതിന് മുന്നേ പിന്നിൽ കിട്ടിയ ഒരു കൈ അയാൾ ഉയർത്തി. കൈക്കുള്ളിൽ മുറുക്കെ പിടിച്ചിരുന്ന ഒരു ചുറ്റിക അവളുടെ താടിയിൽ തകർത്ത് പാഞ്ഞു. പാതി അടഞ്ഞ കണ്ണിൽ രക്തം തളം കെട്ടി. തലയിൽ തിങ്ങിയ മന്ദതയിലും ഇടയ്ക്ക് അവൾ എന്തൊക്കെയോ കാഴ്ചകൾ തിരിച്ചറിഞ്ഞു. അയാളുടെ ജീപ്പിന്റെ സീറ്റിൽ ചരിഞ്ഞു കിടന്ന് അവൾ മറുവശത്തെ ഒഴിഞ്ഞ സീറ്റ് കണ്ടു. കടയുടെ ഗോഡൌൺ. നിർദാക്ഷിണ്യം മുടിക്ക് പിടിച്ച് വലിച്ച് അയാൾ അവളെ ഗോഡൌണിലെ മുറിക്കുള്ളിൽ കയറ്റി. പാതിമയക്കത്തിൽ തന്നിലേക്ക് ചാഞ്ഞു വരുന്ന ആ മെലിഞ്ഞ രൂപത്തെ അവൾ കണ്ടു. ഒരു ശബ്ദമെങ്കിലും പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൾ കൊതിച്ചു. ഹൃദയത്തിന്റെ താളം വല്ലാതെ കൂടുന്നതും ശരീരത്തിൽ അവിടെവിടെയായി ഇടയ്ക്കിടെ വല്ലാതെ നീളുന്നതും അവൾ എപ്പോഴൊക്കെയോ അറിയുന്നുണ്ടായിരുന്നു. അവൾക്ക് തൻ്റെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. പിന്നീട് അവൾ കണ്ടത് തൻ്റെ രക്തത്തിൽ മുങ്ങി നിവർന്ന് അടിമുടി ചുവന്ന അയാളെയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ അവൾക്കായിരുന്നില്ല. വെറുതീർത്ത മൃഗം അല്പം മാറി ഒരു ഇരുമ്പ് കസേരയിൽ ഒരു ബീഡിപ്പുക വലിച്ചെടുത്ത് തുപ്പുന്നത് അവൾ കണ്ടു. മുകളിലേക്ക് മലർന്ന് തളർന്നു കിടന്ന അവൻ്റെ മേലിൽ നിന്നും അവളുടെ ചോര അവിടമാകെ ഇറ്റുവീണു. വീണ്ടെടുത്ത ബോധത്തിൽ ഉടലാകെ അസഹനീയമായ വേദന അവളെ മൂടി. കണ്ണുകൾ മൂടിയ രക്തം അവളുടെ കാഴ്ച മറച്ചിരുന്നു. ചുവരാകെ കറപിടിച്ചിരുന്ന ആ മുറിയുടെ ഒരറ്റത്ത് എല്ലാത്തിനും സാക്ഷിയായി ഒരു 60 വോൾട്ട് ബൾബ് അരണ്ടു മങ്ങിത്തെളിഞ്ഞു. വീണ്ടും വീണ്ടും അയാളുടെ ചുറ്റിക അവളുടെ മേൽ പതിച്ചിരുന്നു. ദേഹമാകെ കടിച്ചു പറിച്ചിരുന്നു. മുടി വലിച്ചു പറിച്ചിരുന്നു. എങ്ങു നിന്നോ വന്നു ചേർന്ന അല്പം ബലത്തിൽ അവൾ ഏറെ ബന്ധപ്പെട്ട് കൂനിക്കൂടി എണീറ്റു. ഏന്തി വലിഞ്ഞ് പുറത്തെ ഇരുട്ടിലേക്ക് പൂർണ്ണ നഗ്നയായി മുടി മുതൽ പാദം വരെ ചോരയുടെ കടും ചുവപ്പുമായി എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങുന്നതിനു മുമ്പ് മുറിയുടെ ഒരു വശത്ത് തൂക്കിയിട്ട ഒരു കണ്ണാടി അവൾ കണ്ടു. രക്തം കെട്ടിയ കണ്ണിലൂടെ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ അവൾ തന്നെത്താൻ നോക്കി നിന്നു. പിന്നിലായി തളർന്നുറങ്ങുന്ന അവനെയും. വേദനയ്ക്കപ്പുറം
അവൻ്റെ കിടപ്പ് നോക്കി അവൾ പുച്ഛിച്ച് ഒരു ചിരി ചിരിച്ചു.